നിത്യാനന്ദാചാര്യർ എഴുതിയിരിക്കുന്ന അടുത്തത് അത് സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. സുരമന്ദിരതരു മൂലനിവാസ ശയ്യാഭൂതലം അജിനം വാസ. സുരമന്ദിരതരു മൂലനിവാസ ശയ്യാഭൂതലം അജിനം വാസ. സർവപരിഗ്രഹ ഭോഗത്യാഗഃ കസ്യ സുഖം ന കരോതി വിരാഗഃ. കസ്യ സുഖം ന കരോതി വിരാഗഃ. സുരമന്ദിരതരു. സുരമന്ദിരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം. സുരമന്ദിരതരു, തരു മരം, വൃക്ഷം. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ മൂലനിവാസ, അതിൻ്റെ ചുവട്ടിലാണ് താമസം. സുരമന്ദിരതരു മൂലനിവാസ, വൃക്ഷത്തിൻ്റെ അടിയിലാണ് താമസം. തുണിയൊക്കെ വിരിച്ച് കിടപ്പ്. ശയ്യാഭൂതലം, കിടപ്പ്. ശയ്യ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കട്ടൻ തറയിലാണ് കിടപ്പ്. തറയിൽ തന്നെയാണ് കിടപ്പ്. ശയ്യാഭൂതലം അജിനം വാസഃ. മരത്തിൻ്റെ തോലോ അല്ലെങ്കിൽ മാനിൻ്റെ തോലോ അല്ലെങ്കിൽ വല്ലതിൻ്റെയൊക്കെ തോലോ പെരിച്ചാഴിയുടെ തോലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉടുക്കുക. അജിനം വാസം. വാസഃ എന്ന് പറഞ്ഞാൽ വസ്ത്രം. സർവപരിഗ്രഹ, സകലതും വേണ്ടെന്ന് വച്ചിരിക്കുകയാണ്. ഒരു പരിഗ്രഹവും എന്തുകൊണ്ട് കൊടുത്തു? ചപ്പാത്തി കുറച്ച് ചോറ്, ഒരു സംഗതിയും വാങ്ങിക്കില്ല. അപരിഗ്രഹത്തിലാണ്. ഒരു സാധനം ഓഫറുകളൊന്നും വാങ്ങിക്കില്ല. കർമ്മഫലം കയറുന്നുള്ളതുകൊണ്ട് ഒന്നും വാങ്ങിക്കില്ല. ഇപ്പം ഇതുപോലെ സർവ്വപരിഗ്രഹങ്ങളെയും രചിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കും ചിലപ്പോൾ. സകലതും അടിച്ചു പറയുകയോ ഞാൻ വാങ്ങിക്കില്ല, ഞാൻ ഇത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പോലും കസ്യ സുഖം ന കരോതി വിരാഗഃ. രാഗമില്ലാതിരിക്കുന്നവന് അവൻ എങ്ങനെയാണ് സുഖം ഉണ്ടാകുന്നത് ശങ്കരാചാര്യ. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ അല്ലേ രാഗമില്ലായ്മ. അല്ല, നമുക്ക് ഈ പറഞ്ഞ അപരിഗ്രഹത്തോട് രാഗം ഉണ്ടായിരിക്കുന്നു. നമുക്കിത് വാങ്ങിക്കണ്ട എന്ന് പറയുന്ന തോന്നലിനോട് രാഗം ഉള്ളതുകൊണ്ടാണ് അതിനെ പിടിച്ച് കളിച്ച് തൂങ്ങുന്നത്. അല്ലെങ്കിൽ നല്ലത് വാങ്ങിച്ചു കഴിയുക. പിന്നെ രാമകൃഷ്ണദേവൻ പണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ല, ചില സംഗതികൾ കൊണ്ടുവരുമ്പോൾ ആളുകൾ ഇങ്ങനെ ഓരോ പലഹാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ലൂച്ചി എന്നൊരു പലഹാരമുണ്ട്, മധുരമുള്ള പൂരിയാണ് ബംഗാളിലെ പ്രധാന പലഹാരം. ഈ പലഹാരം കൊണ്ടുവരുമ്പം ചില ദിവസം രാമകൃഷ്ണദേവൻ തൊടുകൂല, അതവിടെ വച്ചേക്കാൻ കഴിയും. ഒരു ദിവസം ഇരുന്നിട്ട് ചിലപ്പോൾ കഴിക്കുള്ളൂ. പഴയ ലൂച്ചി തിന്നാൻ വലിയ ഇഷ്ടമാണ് എന്ന് ധരിച്ച് കളയുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും ചീത്താവില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു ദിവസം അവിടെ പഴകുമ്പോൾ അതിനകത്ത് നിന്നുള്ള കർമ്മം കുറയുന്ന. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചില്ലേ, പലരും പലഹാരങ്ങൾ കൊണ്ടുവരും. പിള്ളേർക്കൊന്നും എല്ലാവരും കൊടുക്കില്ല, തിരഞ്ഞെടുത്ത പിള്ളേർക്കേ കൊടുക്കുള്ളൂ. അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന രാഘവൻ എന്നൊക്കെ പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹമാണ് ശാരദാനന്ദ സ്വാമികളായിട്ട് തന്നെ രാമകൃഷ്ണ മിഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കാം. രാഘവനെ പോലുള്ളവർക്ക് കൊടുക്കില്ല. രാഘവന് അതിൻ്റെ ആവശ്യവുമില്ല. രാഘവന് മധുരം എന്തായിരുന്നു? രാമകൃഷ്ണദേവനായിരുന്നു. രാമകൃഷ്ണദേവൻ എന്ന് കേൾക്കുമ്പോൾ രാമകൃഷ്ണദേവൻ്റെ ഒരു ഭാവാവേശം കാണുമ്പോൾ രാഘവന് കരഞ്ഞു തുടങ്ങും. പിന്നെ ഇവർ രണ്ടിനും കൂടെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ. പിന്നെ ഇവരെ പിടിച്ച് മാറ്റുക എന്നുള്ളത് ബാക്കിയുള്ള ശിഷ്യന്മാരുടെ ജോലി. അങ്ങനെയായിരുന്നു. പക്ഷെ രാഘവൻ പിന്നെ കല്യാണം കഴിച്ചങ്ങ് പോകും. കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കല്യാണം എല്ലാം കളഞ്ഞിട്ട് ജീവിച്ചു പോയി. അങ്ങനെയാണ് രാഘവൻ്റെ കഥ. ആരും പ്രതീക്ഷിക്കാത്ത കേണൽ ഹ്യൂമൻസാണ് രാമകൃഷ്ണദേവൻ്റെ കഥകളൊക്കെ നടന്നത്, അവിടെ മുഴുവൻ നടന്നത്. അപ്പോൾ അങ്ങനെ ചിലർക്ക് കൊടുക്കില്ല. അപ്പം ആ പരിഗ്രഹം പോലും വേണ്ടാന്ന് വയ്ക്കുന്ന, അതിൽ പോലും രാഗമില്ലാതിരുന്നാൽ മാത്രമേ മോക്ഷത്തിലേക്ക് പോകുന്നുള്ളൂ. കസ്യ സുഖം ന കരോതി വിരാഗഃ.